പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കായി ഏജന്റുമാർക്ക് പണം നൽകി വഞ്ചിതരാകരുതെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. പഴയ കരാർ കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എംബസിയോ കോൺസുലേറ്റോ വഴി നേരിട്ട് സേവനങ്ങൾ തേടണമെന്നാണ് നിർദ്ദേശം. യുഎയിലുള്ള ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങളിലെ പ്രതിസന്ധി തുടരുന്നതിനിടെ ഈ സാഹചര്യം മുതലെടുത്ത് തട്ടിപ്പ് നടക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സേവനങ്ങൾ ലഭിക്കാനുള്ള പ്രയാസത്തിനിടെ സഹായം നൽകാമെന്ന വ്യാജേനെ തട്ടിപ്പുകാർ പലരെയും സമീപിക്കുന്നുണ്ട്. പഴയ കരാർ കമ്പനിയുടെ പേരിലും തട്ടിപ്പ് നടക്കുന്നു. എംബസിയോ കോൺസുലേറ്റോ അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന സ്ഥാപനമോ അവരുടെ ഏജന്റുമാരോ സമീപിച്ചാൽ അത് വ്യാജമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് എംബസി. സേവനങ്ങൾ നൽകാമെന്ന പേരിൽ ആര് സമീപിച്ചാലും പണം നൽകരുത്. കോൺസുലേറ്റും എംബസിയും നേരിട്ടാണ് നിലവിൽ സർവീസ് നൽകുന്നത്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് വഴി സേവനം തേടാം. ഈ സേവനത്തിന് പണം ഈടാക്കാൻ മൂന്നാം കക്ഷിക്ക് അധികാരമില്ലെന്നും എംബസി വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ആരെങ്കിലും പണം വാങ്ങിയാൽ ഉടൻ എംബസിയിലോ കോൺസുലേറ്റിലോ അറിയിക്കണം. യുഎയിലെ ഇന്ത്യൻ നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഔദ്യോഗിക ചാനലുകൾ മാത്രം ആശ്രയിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. 24 ദുബായ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കിയതായി ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ഇറാനുമായുള്ള തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അമേരിക്ക. ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവെച്ചെന്നാണ് റിപ്പോർട്ടുകൾ. 7 ദിവസമായി നടന്ന മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ 4 കോടിയിലധികം പേർ പങ്കെടുത്തതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 ദിവസം നീണ്ട ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് ശേഷവും പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ബുഷഹർ ആണവ നിലയത്തിന് സമീപമുള്ള സൈനിക താവളത്തിന് നേരെയും തുറമുഖ നഗരമായ കൊണാർക്കിന് നേരെയും തെക്കൻ ഇറാനിലെ വിവിധയിടങ്ങളിലേക്കും ആക്രമണമുണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ തങ്ങളല്ല ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിയതായാണ് ഏറ്റവും പുതിയ വിവരം. സംഘർഷാവസ്ഥ തുടരുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കിയതായി അമേരിക്കയ്ക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതായി ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതായും പല മേഖലകളിലും ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രംപ് ഉറപ്പു നൽകിയതായും നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. അതിനിടെ ഹോർമുസിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്ന ഇറാന്റെ വാദം അമേരിക്ക തള്ളി. മെയ് മാസം ആദ്യം മുതൽ ഇതുവരെ അമേരിക്കൻ സഹായത്തോടെ 800 കപ്പലുകൾ ഹോർമുസ് കടന്നതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 2 ദിവസമായി നടന്ന അമേരിക്കൻ ആക്രമണത്തിൽ 3 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സൈനികരടക്കം 14 പേർ കൊല്ലപ്പെടുകയും 70-ലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിക്ക് കണ്ണീരോടെ വിട നൽകി ഇറാൻ. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുജ്തബ ഖമനി ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. ആയത്തുള്ള അലി ഖമനിയുടെ ജന്മനാടായ മഷ്ഹദിലാണ് രാജ്യത്തെയും അനുയായികളെയും കണ്ണീരിലാഴ്ത്തിയ അവസാനഘട്ട സംസ്കാര ചടങ്ങുകൾ നടന്നത്. 2026 ഫെബ്രുവരി 28-നുണ്ടായ US ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഖമനയി കൊല്ലപ്പെടുന്നത്. ഇറാനിയൻ സൈനിക വിമാനങ്ങളുടെ കനത്ത സുരക്ഷാ കമ്പടിയോടെ ഇന്നലെ രാവിലെയാണ് ഖമനയിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ മഷ്ഹദിൽ എത്തിച്ചത്. നജഫ്, കർബല എന്നിവിടങ്ങളിൽ നടന്ന വികാരനിർഭരമായ അനുശോചന ചടങ്ങുകൾക്ക് ശേഷമാണ് ഭൗതികദേഹം മഷ്ഹദിലേക്ക് കൊണ്ടുവന്നത്. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിച്ചത്. വൻ ജനസഞ്ചയമാണ് അലി ഖമനിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒത്തുകൂടിയത്. ജനത്തിരക്ക് കാരണം സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏറെ വൈകി. സംസ്കാര ചടങ്ങുകളിൽ ഖമനയുടെ 4 മക്കൾ പങ്കെടുത്തു. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി
മുജ്തബ കമനയി ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെ തെരുവിൽ പ്രതിഷേധം അണപൊട്ടിയൊഴുകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി അറേബ്യയിൽ സാങ്കേതിക മേഖലകളിൽ വൻ ബിസിനസ് വളർച്ചയെന്ന് റിപ്പോർട്ട്. രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വാണിജ്യ രജിസ്ട്രേഷനുകൾ 33%, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് രജിസ്ട്രേഷനുകൾ 42% വർദ്ധിച്ചു. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായുള്ള ഡിജിറ്റൽ പരിവർത്തനമാണ് ഈ വലിയ മുന്നേറ്റത്തിന് കാരണമായത്. സൗദിയിൽ AI ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മേഖലകളിൽ വൻ ബിസിനസ് വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. 2026 രണ്ടാം പാദത്തിലെ കണക്കുകൾ പ്രകാരം AI മേഖലയിലെ ലൈസൻസുകൾ 33%, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ലൈസൻസുകൾ 42% വർദ്ധിച്ചു. AI മേഖലയിലെ ആകെ ലൈസൻസുകൾ 16,908 നിന്നും 22,591 ഉയർന്നു. ഇതിൽ 13,269 ലൈസൻസുകളുമായി തലസ്ഥാനമായ റിയാദാണ് ഏറ്റവും മുന്നിൽ. മക്കയിൽ 5,353, കിഴക്കൻ പ്രവിശ്യയിൽ 2,323, മദീനയിൽ 744 സ്ഥാപനങ്ങൾ AI മേഖലയിൽ രജിസ്റ്റർ ചെയ്തു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് രംഗത്തും വലിയ മുന്നേറ്റമാണ് രാജ്യം നടത്തുന്നത്. ഈ മേഖലയിലെ ലൈസൻസുകൾ 4,763 നിന്ന് 6,802 ഉയർന്നു. ഇവിടെയും 4,282 ലൈസൻസുകളുമായി റിയാദാണ് ഒന്നാമത്. മക്കയിൽ 1,294, കിഴക്കൻ പ്രവിശ്യയിൽ 698, മദീനയിൽ 196, അൽഖസീമിൽ 91 ലൈസൻസുകൾ ക്ലൗഡ് മേഖലയിലുണ്ട്. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് ആകർഷിക്കാനും ഈ വളർച്ച സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. 24 ജിദ്ദ. സൗദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത്. ജൂൺ മാസത്തിൽ ലോകത്തിലെ ഏറ്റവും കൃത്യസമയത്ത് വിമാന സർവീസുകൾ നടത്തിയ വിമാനത്താവളമായാണ് അബഹ തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ഏജൻസിയായ സിറിയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 93.84% സർവീസുകളും അബഹയിൽ കൃത്യസമയത്താണ് നടന്നത്. യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്നതിലും വിമാനത്താവളത്തിന്റെ പ്രവർത്തന മികവിലും വലിയ മുന്നേറ്റമാണ് അബഹ കാഴ്ചവെക്കുന്നത്. സൗദിയിലെ ടൂറിസം മേഖലയിലൂടെ വികസനത്തിന് ഈ പുതിയ നേട്ടം വലിയ ഊർജ്ജമാകും. വിമാനത്താവളങ്ങളുടെ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള വികസന പദ്ധതികളുടെ വലിയൊരു വിജയം കൂടിയാണിത്. സൗദി അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വലിയ ചരക്കു ലോറികളുടെ പരമാവധി പഴക്കം 5 വർഷമായി കുറക്കാൻ തീരുമാനം. കിരീടാവകാശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പുതിയ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. മുൻപ് 10 വർഷം പഴക്കമുള്ള വലിയ ട്രക്കുകൾ വരെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു. ഇതാണ് 5 വർഷമായി ചുരുക്കിയത്. മൊത്തം ഭാരം 3.5 ടണ്ണിൽ കൂടുതൽ വരുന്ന ട്രാക്ടറുകൾ, ട്രെയിലറുകൾ തുടങ്ങിയ എല്ലാ വലിയ വാഹനങ്ങൾക്കും ഈ നിയമം ബാധകമായിരിക്കും. ഇനി മുതൽ വാഹനങ്ങളുടെ പഴക്കം നോക്കുന്നത് അത് നിർമ്മിച്ച വർഷത്തിന് പകരമായി മോഡൽ വർഷം അടിസ്ഥാനമാക്കിയിരിക്കും. സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പുതിയ മാറ്റം. വാണിജ്യ മന്ത്രാലയവും ട്രാഫിക് വകുപ്പും ചേർന്നാണ് പുതിയ മാറ്റം നടപ്പിലാക്കുക. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും മികച്ച വാഹനങ്ങൾ മാത്രം നിരത്തിലിറക്കാനും ഈ തീരുമാനം സഹായിക്കും. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിസ പാസ്പോർട്ട് സേവനങ്ങൾ താൽക്കാലികമായി മുടങ്ങിയത് പ്രവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിസ സേവനങ്ങളുടെ അനിശ്ചിതകാല വിലക്കിന് ഇനിയും പരിഹാരമായില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും VFS ഗ്ലോബലും തമ്മിലുള്ള കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് 2026 ജൂലൈ 1 മുതൽ സേവനങ്ങൾ പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായത്. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ അടിയന്തരമായി ഇടപെട്ടതായാണ് റിപ്പോർട്ടുകൾ. നിയമപരമായ തടസ്സങ്ങൾ വേഗത്തിൽ നീക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുമെന്നും അതുവരെ പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റുകൾ വഴി നേരിട്ട് ഇടക്കാല സംവിധാനങ്ങൾ ഒരുക്കുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ പാസ്പോർട്ട്, OCI, വിസ എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തവർക്കും പുതുതായി അപേക്ഷിക്കാനിരുന്നവർക്കും നിലവിൽ സേവനം ലഭ്യമാകില്ല. ഇതിനകം അപേക്ഷ സമർപ്പിച്ച് പാസ്പോർട്ടോ മറ്റ് രേഖകളോ തിരികെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരുടെ നടപടികളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിലെ സ്കൂൾ അവധിക്കാലത്ത് ഇന്ത്യയിലേക്ക് യാത്ര പ്ലാൻ ചെയ്ത പ്രവാസി കുടുംബങ്ങൾ, ടൂറിസ്റ്റുകൾ, ബിസിനസ് യാത്രികർ എന്നിവർ ഇതോടെ ആശങ്കയിലായി. VFS കേന്ദ്രങ്ങൾ വഴിയുള്ള സേവനങ്ങൾ മുടങ്ങിയെങ്കിലും ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയുള്ള ഇ വിസ സേവനങ്ങൾക്ക് തടസ്സമില്ല.
ഇത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനാൽ സാധാരണ നിലയിൽ തന്നെ ലഭ്യമാണ്. അടിയന്തരമായി ഇന്ത്യയിലേക്ക് പോകേണ്ടവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകുന്നവർക്കും ഈ വിസ സംവിധാനം പ്രയോജനപ്പെടുത്താം. നിലവിലെ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വിസ സെന്ററുകളിലേക്ക് നേരിട്ട് പോകുന്നതിന് മുൻപും യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിന് മുൻപും ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയോ VFS ഗ്ലോബലിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നു. പെനീന മാത്യു, 24, ഓസ്ട്രേലിയ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡോക്ടർ ഷംഷീർ വാലിന്റെ നേതൃത്വത്തിലുള്ള ബുർജിൽ ഹോൾഡിംഗ്സ് 4708 കോടിയുടെ ആഗോള ബോണ്ടിങ്ങിന് പിന്നാലെയാണിത്. 2018 ശേഷം മെനാ മേഖലയിൽ നിന്നുള്ള ആദ്യ ഹെൽത്ത് കെയർ കമ്പനി ബോണ്ടാണിത്. അന്താരാഷ്ട്ര സാമ്പത്തിക വിപണിയിൽ വൻ ശ്രദ്ധ നേടിയ 4008 കോടി രൂപയുടെ സുക്കൂക്ക് ബോണ്ട് സമാഹരണത്തിന് പിന്നാലെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രമുഖ മലയാളി ആരോഗ്യ സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിലിന്റെ നേതൃത്വത്തിലുള്ള ബുർജിൽ ഹോൾഡിംഗ്സ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ചരിത്രപ്രസിദ്ധമായ മാർക്കറ്റ് ഓപ്പൺ ചടങ്ങോടെയാണ് ബുർജിലിന്റെ പ്രഥമ സുക്കൂക്ക് ബോണ്ട് ഔദ്യോഗികമായി അന്താരാഷ്ട്ര വിപണിയിൽ ട്രേഡിംഗ് ആരംഭിച്ചത്. UK-യിലെ UAE എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഷെയ്ഖ് ഖാലിദ് ബിൻ സൗദ് അൽ ഖാസിമി, ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEOയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ് ബോണ്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിൽ നിന്നുള്ള ഒരു ഹെൽത്ത് കെയർ കമ്പനി 2018 ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ പുറത്തിറക്കുന്ന ആദ്യ സുക്കൂക്ക് ബോണ്ടാണിത്. കൂടാതെ മേഖലയിൽ അടുത്തിടെയുണ്ടായ പ്രതിസന്ധികൾക്കും സംഭവ വികാസങ്ങൾക്കും ശേഷം UAE-യിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആദ്യ കോർപ്പറേറ്റ് ബോണ്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ആഗോളതലത്തിൽ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സാന്നിധ്യം ശക്തമാക്കുന്ന സുപ്രധാനമായൊരു അധ്യായത്തിനാണ് ലണ്ടൻ വിപണിയിൽ തുടക്കമിട്ടിരിക്കുന്നതെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ആകെ 14,124 കോടി രൂപയുടെ സുക്കൂക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 5 വർഷത്തെ കാലാവധിയിലാണ് ബോണ്ട് പുറത്തിറക്കിയത്. UAE, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലായി 20 ആശുപത്രികളും 41 മെഡിക്കൽ സെന്ററുകളും ഉൾപ്പെടെ 89 സ്ഥാപനങ്ങളാണ് ഡോക്ടർ ഷംഷീർ വയലിലിന്റെ നേതൃത്വത്തിലുള്ള ബുർജിൽ ഹോൾഡിംഗ്സിന് കീഴിൽ നിലവിലുള്ളത്. 24, ദുബായ്. ICF സലാല റീജിയനും ലൈഫ് ലൈൻ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ENT, സ്കിൻ, ഗൈനക്കോളജി, ജനറൽ പ്രാക്ടീഷ്യൻ തുടങ്ങിയ 5ഓളം ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമായിരുന്നു. 300-ൽ പരം ആളുകൾ മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാകേഷ് ധാ ഉദ്ഘാടനം നിർവഹിച്ചു. ICF സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ചാവക്കാട്, പ്രസിഡന്റ് അബ്ദുൽ നാസർ ലത്തീഫി, റീജിയണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഷ്റഫ് ഭാഗവി തുടങ്ങിയവർ പങ്കെടുത്തു. UAE-യിലെ ഫുഡ് ബുക്ക് റെസ്റ്റോറന്റ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന തിരമാല സീ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. കേരളത്തിന്റെ തനത് കടൽ രുചികളെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച മത്സ്യ വിഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സമുദ്ര വിഭവ പ്രേമികൾക്ക് ആഗോള കടൽ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഫുഡ് ബുക്ക് ഒരുക്കുന്നത്. 100-ലധികം വ്യത്യസ്ത സീ ഫുഡ് വിഭവങ്ങൾ, 24 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങൾ, സമുദ്ര സദ്യ എന്നിവയാണ് ഫെസ്റ്റിന്റെ സവിശേഷതകൾ. ഈ മാസം 26 വരെയാകും ഫെസ്റ്റ് നടക്കുക. ദുബായ്, ഷാർജ, അജ്മാൻ എന്നീ എമിറേറ്റുകളുടെ ഔട്ട്ലെറ്റുകളിൽ തിരമാല സീ ഫുഡ് ഫെസ്റ്റ് ആസ്വദിക്കാമെന്ന് നെസ്റ്റോ റെസ്റ്റോറന്റ് ഡിവിഷൻ ഓപ്പറേഷൻ ഹെഡ് കുഞ്ഞു മുഹമ്മദ് വ്യക്തമാക്കി. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനം വകുപ്പ് പിടിച്ചെടുത്ത ആദിവാസി യുവാവിന്റെ JCB തിരിച്ചു നൽകുന്നതിൽ തീരുമാനം വൈകും. കോടതി ഉത്തരവ് കൂടി പരിശോധിച്ചായിരിക്കും തുടർ നടപടിയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. അതേസമയം വാഹനം വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഉടമ അജീഷ്. റിസർവ് ഫോറസ്റ്റിൽപ്പെട്ട സ്ഥലത്തെ മരങ്ങൾ പറിച്ചെടുത്തുവെന്ന് പറഞ്ഞാണ് വനം വകുപ്പ് അജീഷിനെതിരെ കേസെടുത്ത് JCB പിടിച്ചെടുത്തത്. 24 വാർത്തയ്ക്ക് പിന്നാലെ അജീഷിന്റെ JCB പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വനമന്ത്രി ഷിബു ബേബി ജോൺ വിശദമായ റിപ്പോർട്ട് തേടി. എന്നാൽ വനം ഉദ്യോഗസ്ഥർ അജീഷിന് അനുകൂലമായല്ല മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചതെന്നാണ് വിവരം. കോടതി ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുമെന്നും ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ പരിഹാരമാകില്ലെന്നും മന്ത്രി പിന്നീട് പ്രതികരിച്ചു. 3.5 വർഷം അനങ്ങാത്ത ആൾ ഇപ്പൊ ഇന്നലെ വന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. 14-ാം തീയതി നടക്കുന്ന വനംവകുപ്പ് അദാലത്തിൽ അജീഷിന്റെ കേസും ചർച്ചയാകും. ഇതിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ വനം വകുപ്പ് എന്നോട് 5 വർഷക്കാലം ചെയ്ത അനീതി, ആ ജസ്റ്റ് അനീതിക്ക് ഒരു അന്തിമം വരുവാണെങ്കിൽ എനിക്ക്
എനിക്ക് ജസ്റ്റ് അനുകൂലമായിട്ട് വരുവാണെങ്കിൽ ഏറ്റവും സന്തോഷം. 5 വർഷമായി നഗരംപാറ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ കാട് പിടിച്ച് തുരുമ്പ് കയറി നശിക്കുകയാണ് JCB. 24 ഇടുക്കി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ജീവനക്കാരുടെ കൂട്ടരാജി. കാണിക്ക എണ്ണുന്ന വിഭാഗത്തിലെ 24 ജീവനക്കാരാണ് രാജിവെച്ചത്. സംഭാവന ക്രമക്കേട് ഉയർന്ന ഉത്തരാഖണ്ഡ് ബദ്രീനാഥ് ക്ഷേത്രത്തിലും മധ്യപ്രദേശിലെ ബാഗ്ലമുഖി ക്ഷേത്രത്തിലും SIT അന്വേഷണം ആരംഭിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കാണിക്കേണ്ടുന്ന വിഭാഗത്തിലെ 24ഓളം ജീവനക്കാരുടെ രാജി. ജോലി സമയം നീട്ടി, ശമ്പളം വെട്ടിക്കുറച്ചു, അവധി കുറച്ചു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ രാജി നൽകിയത്. പ്രതിഷേധം അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. സംഭാവന കൊള്ളയിൽ അറസ്റ്റിലായ പ്രതി അനുകൽപ് മിശ്ര മോഷ്ടിച്ച പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര, പ്രത്യേക ക്ഷണിതാവ് ഗോപാൽ റാവു എന്നിവരുടെ VIP ദർശനത്തിനായി പാസുകൾ നൽകാൻ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഐഡികൾ പ്രവർത്തനരഹിതമാക്കി. സംഭാവന ക്രമക്കേട് ഉയർന്ന ഉത്തരാഖണ്ഡ് ബദ്രിനാഥ് ക്ഷേത്രത്തിൽ 6 മണിക്കൂറോളം ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു. മധ്യപ്രദേശിലെ ബാഗ്ലാമുഖി ക്ഷേത്രത്തിലും സംഭാവന ക്രമക്കേടിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആൾക്കൂട്ട ദുരന്തമുണ്ടായ കരൂരിൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. ദുരന്തം രാഷ്ട്രീയ ചതിയായിരുന്നു, നിയന്ത്രണാതീതമായ ആൾക്കൂട്ടം ഉണ്ടായപ്പോൾ പോലീസ് മുന്നറിയിപ്പ് നൽകിയില്ലെന്നും വിജയ് ആരോപിച്ചു. ദുരന്തത്തിലെ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ രേഖകളും കൈമാറി. എന്നാൽ ഇരകളുടെ ബന്ധുക്കൾക്ക് താൽക്കാലിക നിയമനം നൽകാവൂ എന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്ക് ജീവൻ നഷ്ടമായ കരൂരിൽ ഇതാദ്യമായാണ് വിജയ് എത്തുന്നത്. ദുരന്തത്തിൽ മുൻ സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തി പ്രസംഗം. இதுல வாய் கூசாம சட்டசபையில ஸ்டாலின் சார் நம்ம மேல திருப்பி விட்டு அங்க ஒரு அரசியல் செய்யறாரு. அதுக்கு என்ன அர்த்தம்? இப்படி எல்லாம் பண்ணா நம்ம மக்களை விட்டு ஓடிடுவேன் நினைப்பா? யார் என்ன ஓடினாலும் நான் மக்களை விட்டு எல்லாம் ஓட மாட்டேன். പ്രസംഗം ആവേശത്തോടെ ഏറ്റെടുത്ത TVK പ്രവർത്തകർ. தரமா இருந்துச்சு. வேற மாதிரி பேசிட்டாரு. இன்னும் கொஞ்ச நேரம் பேசியிருந்தா நல்லா இருந்திருக்கும். சீக்கிரம் முடிச்சிட்டாரு. செமையா இருந்தது. ரொம்ப நாள் எதிர்பார்த்தோம். சின்ன பிள்ளையில இருந்து ஆசை, இன்னைக்கு நிறைவேறிடுச்சு. ஆனா எவ்வளவு நேரம் பேசினாருன்னு தெரியல. எங்களுக்கு ஆனா செகண்ட் பேசின மாதிரி தான் இருக்கு. തുടർന്ന് കളക്ടറേറ്റിലെത്തിയ വിജയ് തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു. ഒപ്പമുണ്ടെന്ന ഉറപ്പ് നൽകി. നേരത്തെ നൽകിയ ജോലി എന്ന ഉറപ്പ് പാലിച്ചു. பல குடும்பங்கள் ரொம்ப எளிய வறுமையில் இருக்கிற விளிம்பு நிலை மக்களா தான் இருக்காங்க பாதிக்கப்பட்டவங்க எல்லாருமே. ஸோ அப்போ பாதிக்கப்பட்டவங்களுக்கு ஒரு எளிய உதவியை நம்ம கொடுக்கணும் அப்படிங்கிற ஒரு நல்ல எண்ணத்தோட மாண்புமிகு முதலமைச்சர் அவர்கள் முதல் முறையாட்டத்துக்கு தான் வந்திருக்காரு. എന്നാൽ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് താൽക്കാലിക നിയമനം മാത്രമേ നൽകാവൂ എന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയമനം നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നും ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ചോദിച്ചു. കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. ഒരു മാസ് ആക്ഷൻ സിനിമ പോലെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിജയുടെ തീ പാറുന്ന പ്രസംഗം തമിഴക രാഷ്ട്രീയത്തിൽ ഇനി TVK യുഗമെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. കരൂരിൽ നിന്ന് മുനീഫ് തിരൂരിനും ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.